ഹലോ ഗേസ്, ZugZero ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു റിവ്യൂമായിട്ടാണ്. വേറൊന്നുമല്ല, ഐപാഡിൻ്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ ഐപാഡ് 8th ജനറേഷൻ്റെ ഒരു റിവ്യൂവും അതുപോലെ തന്നെ അതിൻ്റെ ഗെയിമിംഗ് ടെസ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വൈകിക്കേണ്ട വീഡിയോയിലേക്ക് നമുക്ക് പോയേക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മളുടെ ഐപാഡ് 8th ജനറേഷൻ. 10.2 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഏകദേശം ഒരു സെൻറ്റിമീറ്ററൊക്കെ നോക്കുകയാണെങ്കിൽ 25.91 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത്. ഫുൾ HD ഡിസ്പ്ലേ ആണ് ഗൈസ്. അതുപോലെ തന്നെ ഇത് വരുന്നത് ഒരു റോസ് ഗോൾഡ് ടൈപ്പ് കളറാണ് ഇതിൽ വരുന്നത്. കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഒരു 1 പ്രൈമറി ക്യാമറ അതുപോലെ തന്നെ സെക്കൻഡറി ക്യാമറയും ഒരെണ്ണമാണുള്ളത്. ഓക്കെ, എന്നാൽ ഞാൻ ജസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. ഇത് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 10.2 ഇഞ്ചാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പിക്സൽ വരുന്നത് 2160 × 1620 പിക്സൽസാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രൈമറി ക്യാമറ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മെഗാ പിക്സലാണ് വരുന്നത്. നമ്മുടെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 32 മാത്രമേ ഉള്ളൂ. ഇത് വൈഫൈ ഓൺലി മോഡലാണ്. 32 GB സ്റ്റോറേജ് ആണ് ഇത് വരുന്നത്. ഒരു ബേസിക് വേരിയൻറ്റ് തന്നെയാണ്. നമുക്കിതിൽ മൾട്ടി ടച്ച് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സിം കാർഡ് അവൈലബിൾ അല്ല, കാരണം വൈഫൈ ഉള്ളതാണ്. നിങ്ങൾക്ക് സിം കാർഡ് ഇട്ട് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വൈഫൈ പ്ലസ് സെല്ലുലാർ എന്ന് പറയുന്ന വേരിയൻ്റ് എടുക്കാം. അത് വരുമ്പോൾ ഏകദേശം 37,900 റുപ്പീസ് വരും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29,900 റുപ്പീസാണ്. നിങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 3000 രൂപ ഓഫ് കിട്ടും. ചില കാർഡ്സിന് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അത് HDFC കാർഡ്സിനാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഡയറക്റ്റായിട്ട് ഒരു ഷോപ്പിൽ പോയി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1500 റുപ്പീസാണ് ക്യാഷ് ബാക്ക് കിട്ടുന്നത്. ബട്ട് അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ വാങ്ങുമ്പോൾ ഫുൾ എമൗണ്ട് ആയിരിക്കും നിങ്ങൾ പേ ചെയ്യുന്നത്. ബട്ട് ആ ക്യാഷ് ബാക്ക് കയറുന്നത് ഒരു 4 മന്ത്സിനുള്ളിലായിരിക്കും ആ ക്യാഷ് ബാക്ക് കയറുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിൻ്റെ റിവ്യൂയിലേക്ക് കിടക്കാം. ഇതിൻ്റെ ബാറ്ററി വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലിഥിയത്തിൻ്റെ പോളിമർ ബാറ്ററിയാണ് ഇതിൻ്റെ ടൈപ്പ് വരുന്നത്. അതുപോലെ തന്നെ ഇത് നിങ്ങൾ സാധാരണ രീതിയിലുള്ള ഒരു ഇൻ്റർനെറ്റ് ബ്രൗസിംഗ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 10 hours ഒക്കെ കിട്ടുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ ചാർജർ വരുന്നത് ഒരു ടൈപ്പ് C അഡാപ്റ്ററാണ്, പവർ അഡാപ്റ്ററാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ടൈപ്പ് C ടൈപ്പ് തന്നെ ഒരു കേബിളുമാണ്, USB കേബിളുമാണ് ഇതിൻ്റെ ചാർജിങ് കേബിൾ വരുന്നത്. 20 watts ആണ് ചാർജർ വരുന്നത് ഈ പാക്കിനോടെ വരുന്നത്. ഓക്കെ, എന്തായാലും അത്യാവശ്യം നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് 20 wattsൻ്റെ ചാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഇത് ചാർജ് ആവാനായിട്ടാണെങ്കിലും ഒരു 0 to 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 to 3 hours എങ്കിലും എടുക്കും, കാരണം ഇതൊന്ന് ചാർജാക്കി കിട്ടാൻ വേണ്ടി. സോ ആ ഒരു എന്താ പറയുക, ഒരു വെയിറ്റിംഗ് അത് ഇത്തിരി കൂടുതലാണ്. കാരണം സാധാരണ രീതിയിലുള്ള ഒരു നോർമൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ അയാൾ ഒരു ഐപാഡ് എടുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഐഫോൺ എടുത്ത് കഴിയുമ്പോൾ ഇത്രയും ഒരു ഡിസ്റ്റൻസ് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ ശീലമായിക്കോളും. ബട്ട് അതെന്തായാലും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം 3 hours ഒക്കെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഗെയിമർ ആണെങ്കിൽ ഒരിക്കലും അത് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജായി ഫുൾ ചാർജ് ആണെങ്കിൽ എന്താ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്യൂ അല്ല, നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി നേരം യൂസ് ചെയ്യാം. നമുക്ക് സാധാരണ നോർമൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 1-2 days ഒക്കെ കിട്ടുന്നതാണ്. ഒരു ഗെയിമിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഡെയിലി ഒരു 4 hours നമ്മൾ കണ്ടിന്യൂസ് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം നമുക്ക് അതിൻ്റെ ചാർജ് കിട്ടുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സ് വരുന്നത് നമ്മുടെ സെക്കൻഡറി ക്യാമറ വരുന്നത് 1.2 മെഗാ പിക്സൽസ് ആണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ല, എന്നാലും നല്ലൊരു ക്യാമറ തന്നെയാണ് വരുന്നത് ഇതിന്. ഓക്കെ, നമുക്ക് സെക്കൻഡറി ക്യാമറയും അതുപോലെ തന്നെ വരുന്നത് 8 മെഗാ പിക്സൽ തന്നെയാണ് സെക്കൻഡറി ക്യാമറയും വരുന്നത്. ഓക്കെ, അത്യാവശ്യം ഐപാഡിനെ സംബന്ധിച്ച് അത്ര ക്യാമറയുടെ കാര്യങ്ങളൊന്നും അത്ര ആരും ശ്രദ്ധിക്കുന്നില്ല. എന്നാലും അത്യാവശ്യം എന്താ പറയുക, ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ 1.2 മെഗാ പിക്സൽ ആയാലും 8 മെഗാ പിക്സൽ ആയാലും അത്യാവശ്യം നല്ലൊരു ക്യാമറ ക്വാളിറ്റി തന്നെയാണ്. ഓക്കെ, ഡിസ്പ്ലേ ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരുന്നത് ഒരു ഫുൾ HD+ LED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു IPS ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഈ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ കണക്റ്റ് ആവുന്നത് നമ്മുടെ ആപ്പിളിൻ്റെ പെൻസിൽ നോക്കുകയാണെങ്കിൽ 1st ജനറേഷൻ പെൻസിലാണ് ഇതിൽ കണക്റ്റ് ആവത്തുള്ളൂ. ഓക്കെ, അതാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ ഈ ഒരു ഐപാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എന്തായാലും ഡിസ്പ്ലേ കാര്യങ്ങൾ തന്നെയല്ല, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്. ഐപാഡ് 8th ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് മോഡലാണ്. ഡിസ്പ്ലേ PPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 264 PPI ആണ്. IPS ഡിസ്പ്ലേ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ
ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 GB സ്റ്റോറേജ് ആണ് വരുന്നത്. സോ 32 GB എന്ന് പറഞ്ഞതിൻ്റെ ബേസ് വേരിയൻ്റ് ആണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 128 GB ആണ്. ഈ 128 GB എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത്യാവശ്യം എന്താ പറയുക, ഒരു നല്ല രീതിയിൽ സ്റ്റോറേജ് യൂസ് ചെയ്യാൻ നമ്മുടെ പർപ്പസ് അനുസരിച്ചിരിക്കും നിങ്ങൾ സ്റ്റോറേജ് ഒക്കെ സെലക്ട് ചെയ്യുന്നത്. സോ 32 GB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി, 32 GB തന്നെ ധാരാളമാണ്, ഇനഫ് അത്രയും മതി. ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ റെക്കോർഡിങ്ങും അല്ലെങ്കിൽ കൂടുതൽ ഗെയിമേഴ്സൊക്കെ ആണെങ്കിൽ കൂടുതൽ റെക്കോർഡ് ചെയ്യുന്നവരായിരിക്കും. ബട്ട് അവർക്കൊന്നും ഈ 32 GB അത്ര പോരായ്മയാണ്. കാരണം അവർക്ക് 128 GB തന്നെ ആവശ്യമാണ്. കാരണം ഐപാഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ, കാരണം ഇതിൻ്റെ ഒരു ഫയൽ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു 30 മിനിറ്റോളം ഒരു എന്താ പറയുക ഗെയിമൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 GB 6 GB അത്രയും ഫയൽ സൈസ് അത്രയും വരുന്നുണ്ട്. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് തരാം. നമുക്ക് റെസൊല്യൂഷനൊക്കെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. എൻ്റെ OS വരുന്നത് 14 ആണ്, iOS 14 ആണ്. അതുപോലെ ചിപ്പ് വരുന്നത്, പ്രൊസസ്സർ ചിപ്പ് വരുന്നത് നമ്മുടെ A12 ആണ് ചിപ്പ് വരുന്നത്. ഓക്കെ, A12ൻ്റെ ബയോണിക് ചിപ്പാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 32 GB നമ്മളുടെ സ്റ്റോറേജിൻ്റെ കാര്യമാണ് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സാധാരണ രീതിയിലുള്ള ഡ്രോയിങ് അല്ലെങ്കിൽ ഡ്രോയിങ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, 30 GB ഒക്കെ മതിയാവും, ധാരാളമാണ്. പക്ഷേ ഒരു ഗെയിമിംഗ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല, യൂസ് ചെയ്യാം. നിങ്ങൾ സാധാരണ രീതിയിൽ ഗെയിം കളിക്കാൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റെക്കോർഡിംഗ് കൂടെ നോക്കുന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് എന്താ പറയുക, ഒരു അതിൻ്റെ ഫയലിൽ കുറച്ച് പണിയുണ്ടാവും. കാരണം നിങ്ങൾക്കൊരു 4 hours ഒക്കെ കണ്ടിന്യൂസ് കളിക്കുന്നവരാണെങ്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റോറേജ് ഫുള്ളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, സ്റ്റോറേജ് ഫുള്ളായി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ലാഗ് ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ്. സോ ആ ഒരു ഇഷ്യൂ ഉണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ 128 GB ആയിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. അതാകുമ്പോൾ നിങ്ങൾക്ക് ഗെയിമിംഗ് ആണെങ്കിലും ഡ്രോയിങ് ആണെങ്കിലും നിങ്ങൾക്ക് സൂട്ടബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയാം. ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐപാഡ് 7th ജെന്നിൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേകിച്ച് ഒരു മാറ്റം ഒന്നും പറയാൻ പറ്റത്തില്ല. പ്രൊസസ്സറിൻ്റെ ഒരു ചേഞ്ചിങ് മാത്രമാണ് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടെയും എന്താ പറയുക, ഇപ്പോൾ സ്റ്റോറേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു 2000-3000 കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐപാഡ് മിനി 5 എടുക്കാവുന്നതാണ്. ഓക്കെ, അത് അവൈലബിൾ ആണ്. അതാകുമ്പോൾ ഇത്രയും വലിപ്പമില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗെയിമിങ്ങിനും യൂസ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ഈ 2020 ലേറ്റസ്റ്റ് ആയിട്ട് ഐപാഡിൻ്റെ ഇറങ്ങിയ മോഡൽസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 3 മോഡൽസാണ് ഇറങ്ങിയത്. ഒന്ന് നമ്മളുടെ ഈ ഐപാഡ് 8th ജനറേഷൻ 10.2 ഇഞ്ച്, അതുപോലെ തന്നെ പിന്നെ ഇറങ്ങിയത് ഐപാഡിൻ്റെ എയർ 4th ജനറേഷൻ, അതുപോലെ തന്നെ ഐപാഡിൻ്റെ പ്രോ 4th ജനറേഷൻ. ഈ 3 മോഡൽസാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത്. സോ ഐപാഡിൻ്റെ മിനി 5 മിനി 6 അതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ 3 മോഡൽസാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. സോ ഈ 3 മോഡൽസ് വെച്ച് നോക്കുമ്പോൾ ഒരു ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഐപാഡ് തന്നെയാണ് ഐപാഡ് 8th ജനറേഷൻ. കാരണം നിങ്ങളുടെ യൂസ് എന്തായിക്കോട്ടെ, ഡ്രോയിങ് ആണെങ്കിലും ഗെയിമിംഗ് ആണെങ്കിലും ബെസ്റ്റ് ചോയ്സാണ് ഐപാഡ് 8th ജനറേഷൻ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു നോർമൽ ഒരാളുടെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ ആ ഒരു പിടിക്കുന്ന രീതി, ഒരു ഗെയിമേഴ്സ് ആണെങ്കിൽ ഒരു പിടിക്കുന്ന രീതി വെച്ചിട്ട് അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നല്ല അത്യാവശ്യം ഒരു വെയിറ്റ് ഉണ്ട് ഈ ഒരു ഐപാഡിന്. സോ എന്താ പറയുക, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ കൈ ചെറുതാണ്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുമ്പോൾ അത്യാവശ്യം നമ്മൾ ആ ഒരു ഗെയിമിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ കൈക്ക് അത്യാവശ്യം നല്ല വേദനയുണ്ട്. ആ ഒരു ഇഷ്യൂ മാത്രമാണുള്ളൂ. അത്യാവശ്യം നമ്മൾ എന്താ പറയുക, ഒരു അത്യാവശ്യം സൈസൊക്കെ ഉള്ള കൈകളുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും, അവർക്ക് ആ ഒരു ഇഷ്യൂ വരുന്നില്ല. ബട്ട് നമ്മൾ എന്താ പറയുക, ആൻഡ്രോയിഡ് ഒരു മൊബൈലിൽ നിന്ന് ഐപാഡിലേക്ക് മാറുമ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങൾ വരുന്നതാണ്. ബട്ട് ആ ഒരു വ്യത്യാസം 1 to 2 weeks കൊണ്ട് മാറുന്നതാണ്. ബട്ട് എനിക്ക് എന്തേതാ ഇതുവരെ മാറിയിട്ടില്ല. അത് എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് പറഞ്ഞതാണ്, ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. സോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഐപാഡ് എയർ 4, നിങ്ങളൊരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഐപാഡ് എയർ 4ൻ്റെ തന്നെയാണ്. സോ ഐപാഡ് 8നേക്കാളും എയർ 4ൻ്റെ, കാരണം ഐപാഡ് 7 ഇറങ്ങിയ ശേഷം ഐപാഡ് 8 ഇറങ്ങിയപ്പോൾ ഡിസൈൻ കുറച്ച് ചേഞ്ച് ആകുമെന്നാണ് വിചാരിച്ചിരുന്നത്. ബട്ട് അല്ല, ഓക്കെ, ഇനി ഐപാഡ് 9 വരുന്നുണ്ട്, A13 ചിപ്പ് വെച്ചിട്ടാണ് വരുന്നത്. സോ അതിലൊരു മാറ്റം ഉണ്ടാകുന്നതാണ്, ഡിസൈൻ ആണെങ്കിൽ പോലും മാറ്റം ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ. എനിക്കിപ്പോൾ ആ ഒരു ഇഷ്യൂ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോറേജിൻ്റെ ഇഷ്യൂ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, നല്ല ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഗൈസ്, അപ്പോൾ നമുക്ക് ഗെയിമിംഗ് ഒന്ന് നോക്കാം. നമുക്ക് PUBG ആണ് ഐപാഡ് കൊണ്ട് ഏറ്റവും ബെറ്റർ. ഓക്കെ, PUBG ആണ് എല്ലാവരും ട്രൈ ചെയ്യുന്നത് ഐപാഡിൽ. സോ നമുക്ക് PUBGൻ്റെ റിവ്യൂ ഒന്ന് നോക്കാം ഗൈസ്, എങ്ങനെയുണ്ടെന്ന്.
ഓക്കെ, നല്ല സ്മൂത്താണ് കളിക്കാൻ. 60 FPS ആണ് കിട്ടുന്നത് നമുക്ക് ഈ ഐപാഡ് 8th ജനറേഷനിൽ. നമുക്ക് സ്മൂത്ത് എക്സ്ട്രീം വരെ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ അൾട്രാ HD കിട്ടുന്നുണ്ട്. ഓക്കെ, എന്തായാലും അൾട്രാ HD ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഓക്കെ, HDR അൾട്രാ വരെയാണ് കിട്ടത്തുള്ളൂ. ഓക്കെ, സ്മൂത്ത് എക്സ്ട്രീം ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, എന്തായാലും നമുക്കൊരു എന്താ പറയുക, ഒരു ഗെയിമേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത് തന്നെ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഞാൻ പറയത്തുള്ളൂ. ഒരിക്കലും മണി വേസ്റ്റ് അല്ല, നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ആ ഒരു സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ സ്റ്റോറേജ് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി, നോ പ്രോബ്ലം. ഒരു എന്താ പറയുക 8000 ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇവ തമ്മിൽ, 128ഉം 32 GB തമ്മിൽ. ഓക്കെ, പക്ക നല്ല സ്മൂത്താണ് ഗേസ്. ഇത് കണ്ടോ, നല്ല സ്മൂത്താണ്, ഒരു പ്രശ്നമില്ല. ആ ഒരു സ്റ്റോറേജ് ഫുൾ ആകുമ്പോഴുള്ള ആ ഒരു ലാഗും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ 32 GB വേരിയൻ്റ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവും. ഓക്കെ, ഞാനിപ്പോൾ ഒരു ബേസ് വേരിയൻ്റാണ് ട്രൈ ചെയ്തത്. ആ ഒരു ടൈമിൽ പക്ക സ്മൂത്താണ്. ഇത് കണ്ടോ, സ്മൂത്ത് ആയിട്ട് നമുക്ക് കളിക്കാം, ഒരു പ്രശ്നമില്ല. ഫ്രെയിം ഡ്രോപ്പും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 FPS ആണ് നമുക്ക് ഫ്രെയിം റേറ്റ് കിട്ടുന്നത്. സോ അത്യാവശ്യം എന്താ പറയുക, നമ്മൾ കളിക്കുന്നതിനിടയ്ക്ക് ഒരു ഗെയിമേഴ്സിൻ്റെ ഒരു PUBG കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ സാധനമൊക്കെ ബൂട്ട് ക്യാമ്പൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്കൊരു 2-3 FPS നമുക്ക് താഴോട്ട് പോകും. സോ അപ്പോൾ ഒരു 1 to 2 സെക്കൻഡ് ഒരു ഫ്രെയിം ഡ്രോപ്പ് വരുന്നതാണ്. അതായത് അത്യാവശ്യം നന്നായിട്ട് സ്റ്റക്കായി പോകുന്ന രീതിയിലാക്കി. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബട്ട് അതിപ്പോൾ മിക്ക എന്താ പറയുക iOS ഡിവൈസുകളിലും ഉണ്ട്, കാരണം അത് വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെയാണ്. സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും അത്യാവശ്യം അടിപൊളി തന്നെയാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, നിങ്ങൾ ഇതിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ റെസൊല്യൂഷൻ കൂടുതലാണെന്നോർത്ത് പേടിക്കുന്നുണ്ട്, കാരണം ബെറ്റർ റെസൊല്യൂഷൻ തന്നെയാണ് ഇതിൻ്റെ. ഓക്കെ, ആ ഒരു റെസൊല്യൂഷൻ ഇട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പക്ക നല്ല ക്വാളിറ്റിയിലാണ് നമുക്ക് വീഡിയോ ലഭിക്കുന്നത് തന്നെ. സോ അത് ആ ഒരു ഓപ്ഷൻ മിക്സ് ആക്കേണ്ട. നിങ്ങൾ 32 എടുക്കുന്നതിന് പകരം 128 എടുക്കുന്നതായിരിക്കും ബെറ്റർ. ബട്ട് നോർമൽ യൂസൊക്കെ ആണെങ്കിൽ 32 തന്നെ ഇനഫ്, വെറുതെ പൈസ അല്ലെങ്കിൽ മണി വേസ്റ്റ് ചെയ്യണ്ടെന്നാണ് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു PUBGയുടെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം നല്ല സ്മൂത്താണ്, കാര്യങ്ങളാണ്. ഒരു ഗെയിം പ്ലേ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ ഐപാഡ് 8th ജനറേഷൻ്റെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാണ്. ഞാൻ ഈ ഒരു 1 month കൊണ്ട് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഓക്കെ, എനിക്ക് ആ കൂടെ അനുഭവപ്പെട്ട ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിങ് ഇഷ്യൂ. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ചാർജിങ് ഇഷ്യൂ. നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു വെയിറ്റ് ചെയ്തിരിക്കും, ഒരു 2 to 3 hours വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സ്റ്റോറേജ് ഫുൾ ആവുന്നൊരു ഇഷ്യൂ ആണ്. കാരണം ഡെയിലി നമുക്ക് ഫയൽസിൽ നിന്നും നമ്മൾ റെക്കോർഡ് ചെയ്തത് എന്താ പറയുക ക്ലിയർ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. സോ അത് എനിക്കൊരു ഇഷ്യൂ ആയിട്ടാണ് തോന്നുന്നത്. എൻ്റെ ഒരു പർപ്പസ് വെച്ചിട്ട് എനിക്കൊരു ഇഷ്യൂ ആയിട്ടാണ് തോന്നുന്നത്. ഓക്കെ, ഒരു ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 32 GB ഇനഫ് തന്നെയാണ്. പിന്നെ ഞാനിത് എടുത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങൾ തന്നെയുണ്ട്, ഒട്ടും കുറയ്ക്കാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ ആ ഒരു എന്താ പറയുക ബ്ലാക്ക് അടിപൊളിയാണ്. ബട്ട് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് റോസ് ഗോൾഡ് തന്നെയാണ്. റോസ് ഗോൾഡ് അത്യാവശ്യം നല്ല ഒരു കളർ തന്നെയാണ്. അത് ഇത് ക്യാമറയിൽ കാണുന്നില്ല, നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാണ് കാണാൻ. അതിൻ്റെ ആ ഒരു ഐപാഡിൻ്റെ ആ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ആ ഒരു ഇതും ഗ്ലാസ്സാണ് നല്ല അടിപൊളിയായിട്ട് തിളങ്ങിയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിൽ വരുന്ന ഒരു വൈറ്റ് ഷെയ്ഡും അതും ആ സ്ക്രീനായിട്ട് നോക്കുമ്പോൾ നല്ല ഒരു അടിപൊളിയാണ്. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ട് അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഹോം ബട്ടണിൽ ഒരു ഗോൾഡ് കവറിങ് കൊടുത്തിട്ടുണ്ട്, അതും നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഇവർ വെച്ചിരിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഐപാഡ് 8th ജനറേഷൻ, ബെറ്റർ ചോയ്സ് തന്നെയാണ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു 2 ഇഷ്യൂ കാരണം എന്താ പറയുക, ആ 2 ഇഷ്യൂ മാത്രമാണ് ഇതിൽ വരുന്നുള്ളൂ. വേറെ ഇഷ്യൂ കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ഓക്കെ, 32 ചൂസ് ചെയ്യുന്നവർക്ക് 32 തന്നെ ചൂസ് ചെയ്യാം, 128 ചൂസ് ചെയ്യുന്നവർക്ക് 128 ചൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ പർപ്പസ് അനുസരിച്ചിരിക്കും. ബട്ട് എൻ്റെ ഒരു പർപ്പസ് വെച്ചിട്ട് എന്താ പറയുന്നത് വെച്ചാൽ 32 നമുക്ക് പറ്റത്തില്ല. സോ 128 എങ്കിലും വേണം. പിന്നെ ആ ഒരു ചാർജിങ് ഇഷ്യൂ ഉണ്ട്, അതും വേണം. കാരണം നമ്മൾ ആൻഡ്രോയിഡിൽ നിന്നും പെട്ടെന്ന് ആ ആൻഡ്രോയിഡ് സ്കിപ്പ് ചെയ്ത് നമ്മൾ ഐപാഡിലേക്ക് അല്ലെങ്കിൽ ഐഫോണിലേക്ക് പോയി കഴിയുമ്പോൾ ആ ഒരു ഇഷ്യൂ എന്താ പറയുക കവർ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് അതൊന്നും മാറി കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ബട്ട് പ്രശ്നമില്ല, എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഓക്കെ,
ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്ര നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ZugZero ഗെയിമിങ്ങിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആയിരുന്നു. സോ എല്ലാവരും വീഡിയോ കണ്ടതിൽ ഒരുപാട് താങ്ക്സ്. ഓക്കെ, ലൈക്ക് ചെയ്യാത്താണെങ്കിൽ തൊട്ട് താഴെ തന്നെ ലൈക്ക് ബട്ടൺ ഉണ്ട്, ലൈക്ക് ബട്ടൺ അമർത്തിക്കുക. അതുപോലെ തന്നെ സബ് ചെയ്യാത്താണെങ്കിൽ സബ് ചെയ്യുക, തൊട്ട് അപ്പുറത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുക. ഫുൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, താങ്ക് യു ഗൈസ്. ഞാൻ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ. ഓക്കെ, സി യു.